അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രചരണാർത്ഥം ഇന്നൊരു റീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. എങ്കിൽ ആദ്യം അത് ചെയ്തേക്കാം. ഒരു എനർജി ആവട്ടെ. വാ കേറിക്കോ. ശരി പോവാ. നമസ്കാരം. നമസ്കാരം. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്ന് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കൈകളിലാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവാം. No, never. ഇത് കേരള നിയമസഭയിലേക്കല്ലേ തെരഞ്ഞെടുപ്പ്, അമ്പല കമ്മിറ്റിയിലേക്കല്ലല്ലോ. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇവിടെ വിജ്ഞാപനം വന്നാൽ മാതൃകാ പെരുമാറ്റച്ചട്ടമുണ്ട്. ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞ ആ പേജിൽ കൃത്യമായി ശരി മതം പറഞ്ഞോ ജാതി പറഞ്ഞോ ഈ ആരാധനാലയങ്ങളെ ഒരു പ്രചാരണ വിഷയമാക്കരുത്. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? പാർട്ടിയുടെ സ്വഭാവമായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല. ആരെങ്കിലും എന്ത് കാട്ടിക്കൂട്ടിയാലും ഇത് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയതാണെന്ന് താങ്കൾ സമ്മതിക്കുകയാണ്. അത്രയും മതി എനിക്ക്. എന്റെ അമ്മയെ നാട്ടിച്ച് എനിക്കൊരു ഉപകാരം ചെയ്യൂ. പറ, നീ വാ പൊളിക്കരുത് പ്ലീസ്. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണനെതിരെ കേസ്. വേറെന്തോ വലുത് വരാനിരുന്ന വേണ്ട എനിക്കുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാണ് കേസ്. നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയേ, ഒന്ന് മാറിയേട്ടാ. ജോസിനെ കാറ്റുകൊള്ളട്ടെ. പ്രസിഡന്റ് ജെയിംസ് പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഇപ്പോൾ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. പിടിക്കും എന്നുള്ള ഭയം ഉണ്ടായാൽ തന്നെ ആരും പിടിക്കും. അതുകൊണ്ട് പിടിക്കൂല എന്ന് വിശ്വസിച്ചോളി. നിങ്ങളെ ആരും പിടിക്കില്ല.